നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിപ്രഷൻ എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും സംസാരിച്ചിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പുറത്തു കിടക്കാം എന്നുള്ളത്. ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയോട് നീ ഒന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് ഹാപ്പി ഇരിക്കുക എന്ന് പറയുന്നത് ഈസ് നോട്ട് പ്രാക്ടിക്കൽ അറ്റ് ഓൾ. ബിക്കോസ് ആ സമയത്ത് ബ്രെയിൻ നമ്മളെ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, മൈക്രോ സ്റ്റെപ്സ്. ഒരു ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കാൻ നോക്കണ്ട. രാവിലെ ബെഡ് മടക്കി വെക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒന്ന് കുളിക്കുക, ഇങ്ങനെ വളരെ ചെറിയ ടാസ്കുകൾ ചെയ്ത് തുടങ്ങണം. ദെൻ സെക്കൻഡ് വൺ, മൂവ് യുവർ ബോഡി. ദിവസവും ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ ചെറിയൊരു വാക്കിങ്ങിന് പോകുക. ഇത് നമ്മുടെ ബ്രെയിനിൽ ഫീൽ ഗുഡ് ഹോർമോണുകൾ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് വൺ, എക്സ്പ്രസ്, ഡോണ്ട് സപ്രസ്. മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനോടോ ഫാമിലി മെമ്പറോടോ തുറന്ന് സംസാരിക്കാം. ദെൻ ഫോർത്ത്, ബ്രേക്ക് ദ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. ആളുകളുടെ ഇടയിലിരിക്കാൻ ശ്രമിക്കുക. സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എല്ലാറ്റിനും പ്രധാനം, ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കൗൺസിലറെയോ തെറാപ്പിസ്റ്റിന്റെയോ ഹെൽപ്പ് തേടുക എന്നതാണ്. പനി വരുമ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ നോർമലാണ് മനസ്സ് വിഷമിക്കുമ്പോൾ തെറാപ്പിക്ക് പോകുന്നത്. You don't have to fight this alone. Asking for support is not a weakness, it's your strength.